ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങയൊക്കെ കൊത്തിയിട്ട് നല്ല ഇറച്ചി മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടിപൊളി ഒരു മെഴുക്കുവരട്ടി വെച്ചാലോ. നമ്മുടെ ഈ ചക്കക്കുരു കൊണ്ട് ഒരു നല്ല സൂപ്പർ മെഴുക്കുവരട്ടി. ഞാൻ ഈ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നാലായിട്ട് കീറിയിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിൽ വേണം കേട്ടോ, തീരെ അങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് കീറരുത്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു സവോള എരിഞ്ഞ് വെച്ചിട്ട് ഇത്രയും തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി വെക്കാം. നമ്മുടെ ഇറച്ചിക്കറി എന്താ പറയുക, ഇറച്ചി നമ്മൾ വളർത്തിയെടുക്കുന്നതിനേക്കാളും അതിനേക്കാളും ടേസ്റ്റാണ്. ആ കറി തോറ്റു പോകുന്നൊരു അടിപൊളി കറി നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാതെ. 1.5 സ്പൂൺ ഒഴിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സവോള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാതെ. നമുക്ക് രാവിലെ തൊട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടം ഒരു പ്രശ്നമായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വെളുത്തുള്ളി നമ്മൾ ഗ്യാസൊക്കെ അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഞാനൊരു അരമുറി തേങ്ങ ഇത് കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങാക്കൊത്തും കൂടെ വേണം, എന്നാലേ അതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ തേങ്ങാക്കൊത്തി എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇത്തിരി അങ്ങ് വറുക്കൊന്നും വേണ്ട, ഒന്ന് മൂപ്പിച്ചെടുപ്പിച്ചാൽ. ഇത് അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കും. ഇനി ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഈ സവോള ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നിട്ട് വേണം നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് രണ്ട് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ആ തേങ്ങയ്ക്കും നമ്മുടെ ഉള്ളിക്കും ഒക്കെ ഒരു കറിവേപ്പിൻ്റെ ആ ടേസ്റ്റും ഒക്കെ കൂടെ ഒന്ന് പിടിച്ച് വരും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സവോളയും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ. എരിവ് വേണ്ടതനുസരിച്ച് എരിവനുസരിച്ച് വേണം. ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഒത്തിരി അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കണം, നമുക്ക് ഒത്തിരി എരിവില്ല. ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഒരു 1/2 സ്പൂണ് നമ്മുടെ മീറ്റ് മസാല, നമ്മുടെ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പെരുംജീരകം, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന മസാല. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തക്കാളിക്കൊക്കെ വേണ്ടിയവർക്ക് ചേർക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ തക്കാളിക്കൊന്നും ഇതിനകത്തേക്ക് ആരും ചേർക്കുന്നില്ല. നല്ല മെഴുക്കുവരട്ടിയായി എടുക്കാൻ നല്ല മൂത്ത് നന്നായിട്ട് വേകുന്ന നല്ല കുരുവും വേണേ. ഇനിയിപ്പോൾ ഇത്രയും സാധനം ഒന്ന് വഴന്നിട്ടുണ്ട്. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിരുമ്മി ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇത് വേണം നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ വേണം. പക്ഷേ നമ്മൾ ചക്കക്കുരുവിന് ഉപ്പ് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് വെക്കാതെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഒഴിക്കണ്ട കേട്ടോ. ഇത് വെന്ത് പോകുന്നതുകൊണ്ട് ഒത്തിരി ഒഴിക്കണ്ട. നല്ലൊരു പെട്ടെന്ന് വേകുന്ന കുരുവായതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോലെ ബീഫൊക്കെ കറി വെക്കുന്ന അതേ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളമേ ഒഴിച്ചിട്ടുള്ളത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിവിടെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇത് നല്ലൊരു ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ തീയലിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റി പോകും, വേകാതിരിക്കും. ഇതെല്ലാം ഒന്ന് വെന്ത് നമുക്കൊന്ന് എടുക്കാതെ. നമ്മുടെ കറിയുടെ അവസ്ഥ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇത് ഇതിനകത്തിരുന്നുണ്ടോ
ചെറുതീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എല്ലാം നല്ലപോലെ ഒത്തിരി പിടിച്ച് ഇതൊന്ന് റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ. വെന്തിട്ടില്ല. ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളം നല്ലപോലെ ഒന്ന് പറ്റിച്ച് ഇതെല്ലാം മസാലയില്ലാത്ത പിടിച്ച് നമുക്കത് വാങ്ങിയെടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കണം. അപ്പോൾ ഈ വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടിയാണ്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കുരുമുളകിലാണ് നിൽക്കേണ്ടത്. ഇനി വെള്ളം ഒന്ന് നല്ലപോലെ ഇച്ചിരി ഒത്തിരി അങ്ങ് പറ്റണ്ട, ഇച്ചിരി കൂടെ ശകലവും കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വാങ്ങി വെക്കുമ്പോൾ നമ്മുടെ കറി അടിപൊളി. അപ്പോൾ അങ്ങനെ കറിയുടെ വെള്ളമൊക്കെ പറ്റി ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കണം. അപ്പോൾ അടിപൊളി നമ്മുടെ ബീഫിനേക്കാളും ടേസ്റ്റോട് കൂടിയ അടിപൊളി നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നാടൻ വീഡിയോസും കുഞ്ഞു വീഡിയോസും നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.